ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭി അനന്തപുരിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ മധ്യമാർന്നിരിക്കുകയാണ് നയനയും അതേപോലെ തന്നെ ദേവയാനിയും. അപ്പോൾ അതിനെ തുടർന്ന് ദേവയാനി പറയുകയാണ്, നീ ഇപ്പോൾ ഏതായാലും വന്ന വിവരം ആരും അറിയണ്ട. നമ്മളെ സ്നേഹിക്കുന്നവർ ചിലർ അറിഞ്ഞാൽ മതി, ചില കീടങ്ങളുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ജലജയും അഭിയൊക്കെ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരം പെട്ടെന്ന് അവസാനിച്ചു പോവും. അവരെത്രത്തോളം അഹങ്കരിക്കണമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ, ആദർശമാണെങ്കിൽ അതെ, അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് ഏതെങ്കിലും റൂമിൽ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. അവിടെ ഗൾഫിൽ പോയി കിടന്ന് ഭയങ്കര അലച്ചിലായിരുന്നു. അതിൻ്റെ ആ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. ഏതായാലും 2 ദിവസം ഞാൻ റൂമിൽ തന്നെ ഉണ്ടാകും അമ്മേ എന്നിങ്ങനെ പറയാം. അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും, മോനെ അതാ നല്ലത്, നീ റൂമിൽ തന്നെ ഇരുന്നോ, പുറത്തൊന്നും ഇറങ്ങണ്ട. 2 ദിവസം അവർ നീ എത്തിയതായിട്ട് അറിയണ്ട. അവരുടെ വർത്തമാനം കാര്യങ്ങളൊക്കെ നിനക്കും കേൾക്കാമല്ലോ, എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ നിനക്കും മനസ്സിലാക്കാമല്ലോ. പിന്നെ അതിന് പുറമേ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടമ്മേ. എങ്ങനെയാണ് ഇങ്ങനൊരു കെണിയിൽ ഞാൻ പെട്ടത്, അതിന് പിന്നിൽ ആരാണ് എന്നൊക്കെ എനിക്ക് തിരിച്ചറിയേണ്ടതുണ്ടമ്മേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നയനയും അത് സമ്മതിക്കുകയാണ്. അതെ അതെ, അല്ലെങ്കിലും ആദർശേട്ടനെ ഒരു തെറ്റുമില്ലാതെ ഈ ഗൾഫിൽ പോയി ജയിലിലടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിന് പിന്നിൽ ആരാ കളിച്ചെന്ന് നമുക്ക് അറിയണമല്ലോ. അതും കൂടി അറിയാൻ വേണ്ടി തന്നെ 2 ദിവസം ഞാൻ ഏതായാലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാലേ ശരിയാവുള്ളൂ എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. ഏതായാലും മോൻ കയറി വാ, ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയും ആദർശും നയനയും അകത്തേക്ക് കയറി പോവുകയാണ്. നിങ്ങളേതായാലും പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. നയനയും ആദർശം റൂമിലേക്ക് എത്തുകയാണ്. അപ്പോൾ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശം ഇങ്ങനെ ചോദിക്കുകയാണ്, നയനയെ നീ ഒരുപാട് ടെൻഷനായല്ലേ? പിന്നെ അല്ലാതെ ആദർശേട്ടൻ ഗൾഫിലെ ജയിലിലാണെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് കഴിയോ? ആദർശേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കുക പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം. പിന്നെ ആദർശേട്ടനും വിളിക്കാത്തതും ഞാൻ വിളിച്ച് കിട്ടാത്തതുമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, എൻ്റെ ചങ്ക് കിടന്ന് പെടയ്ക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ പാടാത്തൊരവസ്ഥ. എന്തൊരു ദൈവങ്ങൾ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചെന്നറിയാമോ? അതിനേക്കാളും ഉപരിയാണെങ്കിൽ അമ്മയ്ക്കുണ്ടായ സങ്കടം. പിന്നെ ആദർശേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോഴേക്കേ ഇവരുടെ ചിലരുടെയൊക്കെ അഹങ്കാരം കാണുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി വന്നിട്ട് പറയാണ്, നിനക്ക് അങ്ങനെ തന്നെ വേണം. അബി ഇതേപോലെ ജയിലിലായി കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഒരുപാട് സന്തോഷിച്ചല്ലേ? ആദർശേട്ടനാണ് തെറ്റ് ചെയ്തത്, ആദർശേട്ടൻ ഇത്രയും തെറ്റ് ചെയ്യുമ്പോൾ ജയിലിൽ പോയി കിടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കിടന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. പിന്നെ ആദർശേട്ടൻ്റെ വിളി വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് സമാധാനമായത്. ആദർശേട്ടാ, പിന്നെ ഞാൻ ധൈര്യമായിട്ട് അവരുടെ മുന്നിൽ തന്നെ നിന്നു. ആദർശേട്ടാ, ഏതായാലും നയന ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാൻ പാടില്ലായിരുന്നു ഇവിടെ താൻ. കാരണം എൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റിലുള്ളതാ, ആ കുഞ്ഞിനെയും കൂടി ഒന്ന് നോക്കണമായിരുന്നു. പക്ഷേ ആദർശേട്ടാ, അതൊക്കെ എനിക്കറിയായിരുന്നു. ആ കാര്യത്തിലൊന്നും എനിക്ക് അപ്പോൾ ആ ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിലോട്ട് പോയില്ല. ആദർശേട്ടനൊന്ന് വിളിക്കണം, ആദർശേട്ടൻ എവിടെയാണ് എന്നുള്ളൊരു ഇത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആദർശേട്ടാ എന്നിങ്ങനെ പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ നമ്മുടെ ആദർശമാണെങ്കിൽ നയനയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ തിരിച്ചു വന്നില്ലേ, സമാധാനമായില്ലേ? പിന്നെ അല്ലാതെ സമാധാനമായെന്നോ? എനിക്ക് ശരിക്കും സമാധാനമായി ആദർശേട്ടാ എന്നിങ്ങനെ പറയാം. ഏതായാലും ആദർശേട്ടൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഈ സമയം തന്നെ ഈ മറ്റേ നമ്മുടെ ജലജയും അതേപോലെ തന്നെ ഈ അഭിയാണെങ്കിൽ പല ഗൂഢാലോചനകളും ചെയ്യുകയാണ്. കാരണം ഇവർ മുഷിഞ്ഞ് കുത്തുവാള എടുത്തു നിൽക്കുന്നൊരവസ്ഥയാണ്. കയ്യിൽ പൈസയില്ല, അനന്തപുരിയിലെ ജോലികൾ മുഴുവൻ എടുക്കേണ്ടിയും വരുന്നു. വല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ ആയാൽ ശരിയാവില്ല മോനെ അഭി. എന്തെങ്കിലും നമുക്ക് നേടണമല്ലോ. എല്ലാം ആ നയനയ്ക്കും ദേവയാനിക്കും മാത്രം കൊടുത്താൽ മതിയോ? നമ്മൾ പിന്നെ ഇവിടെ എന്തിനാ? അനന്തപുരിയിലെ സ്വത്തിന് നമുക്കും അവകാശമുണ്ട്. അമ്മ ഇതൊന്നും പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. പക്ഷേ അവർ നമുക്ക് തരില്ലല്ലോ. നമ്മളെല്ലാം തഴഞ്ഞു വെച്ചിരിക്കുകയല്ലേ. അങ്ങനെ തഴഞ്ഞു വെക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നേ. തന്നില്ലെങ്കിൽ ഞാൻ എടുക്കും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഉദ്ദേശമുണ്ട്, പല ഉദ്ദേശങ്ങളും ഉണ്ട് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അമ്മ വേണ്ടാത്തൊന്നും ചെയ്യാൻ നിൽക്കരുതേ. എന്ത് വേണ്ടാത്തത്? നീ വാടാ എന്നും പറഞ്ഞുകൊണ്ട് പാതിരാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി നട്ടപ്പാതിര ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങുക ഒരു കള്ളന്മാരെ പോലെ. ഇങ്ങനെ ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അലമാരി മുഴുവനും അരിച്ച് പറിക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ജലജയ്ക്ക് ആ ഒരു നെക്ലസ് കിട്ടുകയാണ്. നെക്ലസ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇതെന്തിനാ അമ്മ കയ്യിലെടുത്തിരിക്കുന്നത്? എടാ, ഇതേ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന നെക്ലസ്സാണ്. ഇതിൻ്റെ വില നിനക്കറിയില്ല.
ഇത് എനിക്ക് വേണോടാ എന്ന് പറയാം. അമ്മ വേണ്ടമ്മേ, ഇത് കാണാതായി കഴിഞ്ഞ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണെന്ന്. അതൊന്നും വേണ്ടമ്മേ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. അങ്ങനെ എല്ലാം അവൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണം ഇത്, ഞാനിത് എടുക്കും, ഇത് എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നെക്ലസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ജലജ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്നിങ്ങനെ നിൽക്കുകയാണ്. എനിക്കിത് കണ്ടിട്ടൊക്കെ പേടിയാവുന്ന അഭിന്നും പറയുന്നുണ്ട്. നീ പോടാ, നീ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇതിനപ്പുറം ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ. പിന്നെ അമ്മേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് പുറത്ത് കിടക്കേണ്ടി വരും അമ്മേ എന്നൊക്കെ പറയാണ്. ഒരു പുറത്തും കിടക്കേണ്ടി വരില്ല, ഇതൊന്നും ആരും കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറയാം. അങ്ങനെ നമ്മുടെ ജലജയാണെങ്കിൽ ആ ഒരു നെക്ലസിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക. അതും അടിച്ചു മാറ്റിക്കൊണ്ട് അമ്മയും മകനും പോവുക, അവരുടെ റൂമിൽ കൊണ്ട് വെക്കുകയും ചെയ്യാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷനിൽ നിൽക്കുക. അപ്പോൾ ഈ ആദർശ് വന്നല്ലോ. അപ്പോൾ ആദർശിൻ്റെ വിവരങ്ങളെല്ലാം നന്ദുവിനോടും അതേപോലെ തന്നെ അമ്മയോടൊക്കെ വിളിച്ച് പറയുകയാണ് നമ്മുടെ നയന. അപ്പം നന്ദുവിനാണെങ്കിൽ സന്തോഷം തോന്നിക്കണം. അപ്പം നന്ദു അമ്മയോട് പറയണം, ദേ നയനേച്ചി വിളിച്ചിരുന്നു, ആദർശേട്ടൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ആദർശേട്ടൻ ഇപ്പോൾ റൂമിൽ തന്നെയോ എന്തിനാ റൂമിൽ തന്നെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മേ, ബാക്കിയുള്ളവരാരും അറിയാൻ പാടില്ല. ഈ ജലജയും അതേപോലെ തന്നെ അഭിയൊക്കെ ഉണ്ടല്ലോ കള്ളൻ, അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരം അവസാനിക്കും. അതുകൊണ്ട് 2 ദിവസം റൂമിൽ തന്നെ ഇരിക്കാമെന്ന് ആദർശേട്ടൻ വിചാരിച്ചിരിക്കുന്നത്. ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി, ഇവരെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണമല്ലോ. അതിനു വേണ്ടി തന്നെ ഈ അഭി തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആദർശേട്ടന് എല്ലായിടത്തും നല്ല പിടിപ്പുള്ളൊരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനെ ഗൾഫിലെ ജയിലിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അഭിയുടെ കളി തന്നെയായിരിക്കും. പിന്നെ പറഞ്ഞല്ലോ, നയനേച്ചിയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോള് വന്നു എന്ന്, ഈ ആദർശേട്ടൻ ജയിലിലാണെന്നും പറഞ്ഞുകൊണ്ട്, ജയിലില്ലാത്തൊരാൾ ജയിലാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിക്കണമെങ്കിൽ അത് ഈ അഭിയേട്ടൻ്റെ കളി തന്നെയായിരിക്കും. അവൻ മഹാകള്ളനാണ്. കുടുംബം തകർക്കാൻ വേണ്ടി അവനതല്ല അതിനപ്പുറം ചെയ്തു കൂട്ടും എന്നൊക്കെ നന്ദോടെ സംസാരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എന്തായാലും ആദർശ് തിരിച്ചു വന്നല്ലോ, എൻ്റെ നയനമോൾക്ക് ആശ്വാസമായല്ലോ, അതുമാത്രം മതി എനിക്ക്, ഇനി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ കനകവൻ പറയാണ്. അങ്ങനെ അവരെ ആശ്വാസത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ആദർശിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പം നയന ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവരിങ്ങനെ ഈ ജലജ വന്ന് ചോദിക്കുകയാണ്, എന്തായി നയന, ആദർശിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇല്ലമ്മായി, ആദർശേട്ടനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. എന്തായാലും നിങ്ങൾക്കൊക്കെ സന്തോഷമായല്ലോ, ആദർശേട്ടൻ വിളിക്കാത്തത് ഇപ്പോൾ ഇത്ര ദിവസമായി, എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കോ ഞങ്ങൾക്ക് എന്ത് സന്തോഷം മോളെ, ആദർശ് ഞങ്ങളുടെ വീട്ടിലെയും ഒരംഗം തന്നെയല്ലേ, അപ്പം ഞങ്ങൾക്കതിൽ സന്തോഷിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ദേവയാനി അത് സ്വർണം കാണാനില്ലെന്ന് പറഞ്ഞൊരു വാർത്തയായിട്ട് വരുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കേ സ്വർണം കാണാനില്ലെന്നോ, എന്ത് സ്വർണം കാണാനില്ല എന്നവിടെ സംസാരിക്കുകയാണ്. അതെ, ആ ഒരു പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആ ഒരു നെക്ലസ് കാണാനില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്. മുത്തശ്ശനും ആകെ വെറി കൊണ്ടൊരവസ്ഥയിൽ, എന്താ ദേവയാനി പറയുന്നത്, സ്വർണം കാണാനില്ലെന്നോ? എവിടെ പോകാനായിട്ട്? അതിന് ഈ വീട്ടിൽ കള്ളന്മാർ വല്ലതും കയറി? കള്ളന്മാർ കയറി വലിയ ലക്ഷണങ്ങളൊന്നും കാണാനില്ല. നമ്മളുടെ വീട്ടിൽ അങ്ങനെ കള്ളന്മാരൊന്നും കയറില്ലല്ലോ എൻ്റെ അച്ഛാ. പക്ഷേ ഇത് വീട്ടിലുള്ളവർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു സംശയം. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും എന്താ ഏട്ടത്തെ നിന്നെ ഞങ്ങളെ തുറിച്ച് നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും, നിങ്ങളെ തുറിച്ച് നോക്കിയൊന്നുമില്ല, ഇവിടെ ചില കള്ളന്മാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ സൂക്ഷിക്കണമല്ലോ, അതിൻ്റെ ഒരു അർത്ഥത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ദേ അച്ഛാ, പറഞ്ഞ് എന്ത് പറയാന്നുള്ളൊരു രീതിയിലാവരുത് അച്ഛാ. കാരണം ഞങ്ങൾക്ക് ഈ സ്വർണം മോഷ്ടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളെ കൊണ്ട് ഈ വീട്ടു ജോലികൾ മുഴുവനും ചെയ്യുന്നു, എൻ്റെ മോനും ഈ വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവനും നോക്കുന്നു, എന്നിട്ട് ഞങ്ങൾ വീണ്ടും കള്ളന്മാരും കള്ളികളാക്കാൻ വേണ്ടി തന്നെയാണോ നിങ്ങളുടെ പുറപ്പാട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ജലജേ നീ എന്തിനിങ്ങനെ ചൂടായി കയറുന്നത്? അതിന് നീയാണ് കള്ളിയെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. കട്ടവർക്കേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് നമ്മുടെ മുത്തശ്ശൻ നല്ല തക്ക മറുപടി കൊടുക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ഏട്ടത്തിയുടെ ആ ഒരു നോട്ടം ഭാവമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ തന്നെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പം ഇത് കേട്ട് നമ്മുടെ നയനയാണെങ്കിൽ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. അപ്പം നയന എടുത്ത വായിക്കും, അതെ അമ്മായി തന്നെയാ ആ സ്വർണ്ണം എടുത്തത് എന്ന് പറയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാനോ? ദേ നയനെ, അനാവശ്യം പറയാൻ നിൽക്കരുത്. നിന്റെ ഭർത്താവ് ജയിലിലാണെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊടുക്കാനായിട്ട് നിൽക്കരുത്. ഞാനൊരു കുടുക്കിയതുമല്ല, അമ്മായി തന്നെയാണ് സ്വർണ്ണം എടുത്തത്, അല്ലാതെ ഈ വീട്ടിൽ നിന്ന് സ്വർണം പോകാനായിട്ട് യാതൊരു വഴിയില്ല. അമ്മായിയും അമ്മായിയുടെ മകനും കൂടി ചേർന്നിട്ടാണ്. നിങ്ങൾക്ക് ഇതുവരെ ആ സ്വഭാവം നിർത്താനായില്ലല്ലേ?
അനന്തപുരിയിലെ സ്വർണം മോഷ്ടിച്ച് വെച്ചിട്ട് നിങ്ങളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട നയനെ. ദേ നിന്റെ വീട്ടിലെ പാരമ്പര്യമല്ല ഞങ്ങൾക്ക്. ദേ നീ കൂടുതൽ പാചകം ഓടിക്കാനായിട്ട് നിൽക്കരുത്. നീ ഞാൻ മോഷ്ടിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെന്താ തെളിവുണ്ടോ എന്നാ ചോദിച്ചത്. ഇത് കേട്ടതും നമ്മുടെ ആദർശ് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആദർശ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് തെളിവുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ആദർശ് വരുന്നത്. അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ഇറങ്ങി വരുന്നു. ആദർശിനെ കണ്ട് രണ്ടുപേരും കിളി പോയൊരവസ്ഥ നിൽക്കുകയാണ്. കാരണം ആദർശ് ജയിലിലാണെന്നും പറഞ്ഞുകൊണ്ട് നയനയും ദേവേനയായിട്ടും പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഇവർക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇടപാട് തീർന്നു ഇവരുടെ. അപ്പോൾ ഇവർ ആദർശോ എന്ന് ചോദിക്കുകയാണ്. അതെ അമ്മായി, ഞാൻ തന്നെയാണ് അമ്മായി. എന്താ നിങ്ങളൊക്കെ വിചാരിച്ച് ഞാനെന്താ എക്കാലവും ജയിലിൽ തന്നെ കിടക്കുമെന്നോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ അമ്മായി. പിന്നെ സ്വർണം കട്ടത് നിങ്ങളാണെന്നതിനുള്ള തെളിവ് എൻ്റെ ഉണ്ട് അമ്മായി എന്ന് ആദർശ് പറയാണ്. അങ്ങനെ ദേവയാനിയും അതേപോലെ തന്നെ അഭിയും കുടുങ്ങുന്നൊരവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തെളിവ് സഹിതം നമ്മുടെ ആദർശ് കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ആ ഒരു രാത്രി ആദർശ് എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അഭിയും അതേപോലെ തന്നെ ഈ ജലജയും കൂടി സ്വർണം മോഷ്ടിക്കുന്നതും അത് നമുക്കിനി സ്വന്തമാക്കണമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആദർശ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് മുത്തശ്ശന് മുന്നിൽ തെളിയിച്ച് പറയാണ്. ഇത് കേട്ട മുത്തശ്ശനാകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശൻ കാലി കൊണ്ടൊരവസ്ഥ. മുത്തശ്ശൻ പറയാണ്, ഇവളെ ഈ ജലജയെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. ഇവളിട്ട് ഞാൻ കുറേ കൊടുത്തതാണ്, കുറേ, എന്നിട്ട് നന്നാവില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പക്ഷേ അമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന അഭി, ഇവനിട്ട് ഞാൻ കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ കായ് പോക്കി രണ്ടടി പാടാന്ന് പറഞ്ഞ കാരണത്തിട്ട് കൊടുക്കുകയാണ് അഭിയുടെ. ഞെട്ടിപ്പോയി എല്ലാവരും. അതേപോലെ തന്നെ ജലജയുമാകെ നാണം കെട്ടൊരവസ്ഥയിലായി പോയി. അഭിയാണെങ്കിൽ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു പോയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ ഇനിയും കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗിൻ. ബൈ.